അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഞാൻ ആദ്യം കൃത്യമായിട്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കാർ സ്റ്റീരിയോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞാൻ കാറിൽ വെക്കാനായിട്ട് മേടിച്ചതല്ല, നമ്മളത് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് മേടിച്ചിട്ടുള്ള ഒരു കാർ സ്റ്റീരിയോ ആണത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്വാളിറ്റി വരുന്നൊരു സംഭവമാണത്. FXI എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു കാർ സ്റ്റീരിയോ ആണത്. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ മേടിക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് വളരെ ചീപ്പ് റേറ്റിന് ഏകദേശം 1000 രൂപയ്ക്ക് തന്നെ നമുക്ക് ഈ ഒരു സംഭവം വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ വില കൊടുത്തിട്ടൊക്കെ നമ്മൾ ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിനൊക്കെ നല്ല രീതിയിലുള്ള കാർ സ്റ്റീരിയോ വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നല്ല ക്ലാരിറ്റിയോടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പാട്ട് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു കാർ സ്റ്റീരിയോ നമ്മൾ വീട്ടിൽ നമുക്ക് പ്രവർത്തിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു SMPS കൂടി വേണം. ആ SMPS കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ സംഭവം നമുക്ക് വീട്ടിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത്തരം രീതിയിലുള്ള കാർ സ്റ്റീരിയോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് SMPS സപ്ലൈ വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ വളരെ ചെറിയ 2 ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു സംഭവം ഉണ്ടാവില്ല. വളരെ വെയിറ്റ്ലെസ് ആണ് ഈ സംഭവം. പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ LED ഒക്കെ കൂടുതൽ ഈ ലൈറ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു സംഭവത്തിൽ കുറേ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. വളരെ ചെറിയായിട്ടുള്ള കോമ്പാക്റ്റ് സൈസിൽ വരുന്ന ഒരു കാർ സ്റ്റീരിയോ ആണത്. പൈനിയറിൻ്റെയും അതേപോലെ തന്നെ നമ്മളെ JVC അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ബ്രാൻഡിങ്ങിൻ്റെ ഒക്കെ ഇതേ രീതിയിലുള്ള ഒരു സംഭവം കിട്ടും. പക്ഷേ അതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് മേടിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിലുള്ള ചെറിയ വില കമ്മിയായിട്ടുള്ള സംഭവം മേടിക്കാം. അതേപോലെ ബ്ലൂടൂത്തും ഓക്സും അതേപോലെ നമുക്ക് USB കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു അൾട്രാ ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഒരു സോക്കറ്റും കൂടി ഇവിടെ വരുന്നുണ്ട്. നമ്മൾ കാറിലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ഡിസ്ക് ഇടാനൊന്നും നമുക്കിതിൽ പറ്റില്ല. സാധാരണ ഇങ്ങനത്തെ വരുന്ന കാർ സ്റ്റീരിയോയിലൊക്കെ പഴയതിലൊക്കെ നമുക്ക് CD ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ് വരിക. ഇതിൽ CD കാര്യങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. ബ്ലൂടൂത്ത് ഉണ്ട്, അതേപോലെ USB ഉണ്ട്, ഓക്സ് ഉണ്ട്, ഈ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതേപോലെ നമുക്ക് മെമ്മറി കാർഡ് ഉള്ള ഒരു TFൻ്റെ ഒരു സ്പോട്ടും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സപ്ലൈ കാണിച്ചിട്ടുള്ള എല്ലാ ഡയഗ്രാമും കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്, കണ്ടില്ലേ. അതേപോലെ ഇതിൻ്റെ സോക്കറ്റും ഇതിന് കൂടെ തന്നെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 10 ആംപിയറിൻ്റെ ഫ്യൂസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മുടെ RC കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഓഡിയോ ഔട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്, ഇതേ രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന് നമുക്ക് 4 ചാനൽ നമുക്ക് സ്പീക്കേഴ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ്. 4 ചാനൽ നമുക്ക് കൊടുക്കാം. റെഡിമെയ്ഡ് ആംപ്ലിഫയർ ഒന്നും നമ്മൾ മാക്സിമം മേടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അങ്ങനെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങൾ മേടിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഡിമെയ്ഡൊക്കെ ആംപ്ലിഫയർ എടുക്കുന്ന സമയത്ത് വളരെ മോശമായിരിക്കും അതിൻ്റെ ക്വാളിറ്റി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണിയിപ്പിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കോപ്പർ വൈൻഡിങ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ ആംബിയറുള്ള ട്രാൻസ്ഫോമറൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയർ നമ്മൾ പണിയിപ്പിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കോസ്റ്റ് വരും. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെ തന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ തന്നെ ഇത്തരം രീതിയിലുള്ള കാർ സ്റ്റീരിയോകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ ആൾക്കാർ ഈ കമ്പ്യൂട്ടറിൻ്റെ SMPS ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരം രീതിയിലുള്ള ഒരു സ്റ്റീരിയോ വർക്ക് ചെയ്യുമ്പോൾ അത് സൗണ്ട് ഡ്രോപ്പ് ആവുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ആയി ഓൺ ആവുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന SMPSന് ആംബിയർ വളരെ കുറവായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SMPS നമ്മൾ സെപ്പറേറ്റ് വാങ്ങാം. മാക്സിമം നമുക്ക് ഒരു 10 ആംപിയറിൻ്റെങ്കിലും അല്ലെങ്കിൽ 5 ആംപിയറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു 10 ആംപിയറിൻ്റെ SMPS നമ്മൾ മേടിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ എത്ര വോളിയത്തിൽ വെച്ചാൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കാർ സ്റ്റീരിയോ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന SMPSനനുസരിച്ചിരിക്കും ഇതിൽ വരുന്ന ഔട്ട്പുട്ടിൻ്റെ ക്ലാരിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് കൊടുക്കുന്ന സ്പീക്കേഴ്സിൻ്റെ ഇമ്പിഡൻസ് കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 4 ohms മുതൽ 8 ohms വരെയുള്ള സ്പീക്കേഴ്സ് നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. 4 ohmsൻ്റെ താഴെയുള്ള ഒന്നും ഒരു കാരണവശാലും നമ്മൾ സ്പീക്കേഴ്സ് കണക്ട് ചെയ്യരുത്. അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റീരിയോ ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ വയറുടെ കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 2 സോക്കറ്റാണ് ഇതിലുള്ളത്. ഒരു സൈഡ് നമ്മുടെ പവർ സപ്ലൈൻ്റെ സോക്കറ്റും അതേപോലെ ഒരു സൈഡ് നമ്മുടെ സ്പീക്കേഴ്സിൻ്റെ സോക്കറ്റാണ് വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പവർ സപ്ലൈൻ്റെ സോക്കറ്റ് നോക്കാം. ഇതിൽ 4 വയറാണ് ഉള്ളത്. അപ്പോൾ ഈ നീല വയർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ആൻറ്റിനയ്ക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഈ 3 വയറിൽ ഈ ബ്ലാക്ക് നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ ഇത് നെഗറ്റീവാണ്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ഈ നമ്മുടെ SMPSൻ്റെ നെഗറ്റീവിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ REM ആണ്. ഇതാണ് നമ്മുടെ മെയിൻ പവർ സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ വീട്ടിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ 2 സംഭവം ഈ റെഡും അതേപോലെ യെല്ലോ നമ്മൾ പിരിച്ചിട്ട് ഒറ്റ കണക്ഷനാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഈ ഒരു സംഭവം REMഉം അതേപോലെ മെയിൻ പോസിറ്റീവും ഒറ്റ കണക്ഷനാക്കിയിട്ട് കൊടുത്താൽ മാത്രമാണ് നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആവുള്ളൂ. ബാക്കിയുള്ള ഈ എല്ലാ സംഭവങ്ങളും എന്ന് പറയുന്നത്
സ്പീക്കേഴ്സിൻ്റെ കണക്ഷനാണ്. 4 സ്പീക്കറും കൊടുക്കാനുള്ളത്. ഇത് ഒരു സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും, അതേപോലെ ഇത് ഒരു സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും, ഇതൊരു സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും, ഇതൊരു സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും. ഇതിൽ പോസിറ്റീവ് എടുത്ത് കാണിക്കാനായിട്ട് ഒരു ചെറിയൊരു ലൈന് കൊടുത്തിട്ടുണ്ട് എല്ലാ വരയുടെ മുകളിലും. കണ്ടില്ലേ, എല്ലാ വരയുടെ മുകളിലും ഒരു ബ്ലാക്കിൻ്റെ ലൈന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പോസിറ്റീവും മറ്റേത് നമ്മുടെ നെഗറ്റീവ് വരും. അപ്പോൾ അത്തരം രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു റിമോട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ റിമോട്ടിനൊന്നും വലിയ രീതിയിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. റിമോട്ടൊക്കെ വളരെ ചീപ്പ് ക്വാളിറ്റിയാണ്. അപ്പോൾ റിമോട്ടിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ഇതധികം നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല. എന്തായാലും പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കുന്നൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു SMPS എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പവർ സപ്ലൈ ഞാൻ ആദ്യം കൃത്യമായിട്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒക്കെ സ്പീക്കേഴ്സിൻ്റെ വയേഴ്സാണ് വരുന്നത്. സ്പീക്കേഴ്സിൻ്റെ ഈ വയേഴ്സിനൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുക. ഇതിൽ ആകെ 2 സ്പീക്കറിൻ്റെ വയറാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ 2 ഇതിലേക്ക് നമ്മുടെ ഒരു സ്പീക്കറിൻ്റെ മുകളിലേക്ക് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. പിന്നെ ബാക്കി വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോക്കറ്റിൻ്റെ ഒരു റെഡും അതേപോലെ തന്നെ ഒരു യെല്ലോ നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ട് SMPSൻ്റെ പോസിറ്റീവിൻ്റെ ഒരു ടെർമിനലിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ നെഗറ്റീവ് നമ്മുടെ ഒരു നെഗറ്റീവിൻ്റെ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. SMPSലേക്ക് നമ്മൾ സപ്ലൈയും കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇതിന് നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓണാക്കിയിട്ട് നമുക്ക് ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നോയ്സുകൾ വരും. കാരണം ഞാൻ 2-3 ആംപ്ലിഫയർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പണിയിപ്പിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നോയ്സ് അതേപോലെ കുറേ കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു സൗണ്ടിന് ക്ലാരിറ്റി ഇല്ലാത്ത ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമ്മുടെ ഈ ഒരു കാർ സ്റ്റീരിയോയിലും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. നമുക്കൊരു ഫുൾ റേഞ്ച് സ്പീക്കറോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു മിഡ് റേഞ്ച് സ്പീക്കറും അതേപോലെ ഒരു ട്യൂട്ടറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ അതിൻ്റെ കൂടെ ഒരു സബും കൂടി നമുക്ക് സെപ്പറേറ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നതല്ല, ഇതേ രീതിയിലുള്ള കാർ സ്റ്റീരിയോ നമുക്ക് ഏത് കാർ സ്റ്റീരിയോ ഉപയോഗിച്ചാലും നല്ല ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഞാൻ ലിങ്ക് ചെയ്യാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വാങ്ങാവുന്നതാണ്. ഏകദേശം ഒരു 500 സംതിങ് രൂപയാണ് നമുക്ക് ഈ ഒരു SMPSന് ആകെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കാർ സ്റ്റീരിയോ ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടെ നമുക്ക് പാട്ട് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.